ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ഡ്രാമ ക്വീൻ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മൈ അമേസിംഗ് ബോയ് ഫ്രണ്ട് സീസൺ 2 15ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മുടെ ഹീറോയിനെ നോക്കിക്കൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിന്റെ പുറത്ത് നിൽക്കുന്നതായിട്ടായിരുന്നു നമ്മൾ കണ്ടത്. അപ്പൊ അതിനുശേഷം എന്താ നടക്കുന്നത് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നോക്കാം. ഈ എപ്പിസോഡിന്റെ തുടക്കം തന്നെ ഹോസ്പിറ്റലിൽ വെച്ചായിരിക്കും കാണിക്കുന്നത്. അങ്ങനെ അവളുടെ ഓപ്പറേഷൻ എല്ലാം നല്ലപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഹീറോയിൻ എണീക്കുന്നതും അവളുടെ വീട്ടിൽ വെച്ചായിരിക്കും. അവൾ എണീറ്റ് ഉടനെ തന്നെ തൊട്ടു നോക്കുന്നത് അവളുടെ വയറാണ്. അവിടെ തന്നെ ഉണ്ടോ ഇല്ലയോ, പക്ഷെ അവിടെ കുഞ്ഞുണ്ടാവില്ല. അങ്ങനെ തന്നെ എന്നാ പെട്ടെന്ന് തന്നെ ഫ്രണ്ട് മോൺസ്റ്ററിനെ കാണണമെന്നും പറഞ്ഞിട്ട് അവളുടെ വീട്ടിലോട്ട് ഓടി പോകുന്നുണ്ട്. ഇവള് കഴിഞ്ഞാൽ നമ്മുടെ ഹീറോ അസിസ്റ്റന്റ് എല്ലാരും അവിടെ തന്നെ ചുറ്റി നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഹീറോയിനും ദേഷ്യം വരുന്നുണ്ട്. ഇന്നലെ വരെ എന്റെ പിന്നാലെ നടന്നിട്ട് നടക്കുന്നൊന്നും പറഞ്ഞിട്ട് കിടന്ന് ആർക്കുന്നുണ്ട്. ശരി, ഇവള് ഇത്രയും നേരം സ്വപ്നം കാണുമായിരുന്നു. ഇപ്പോഴായിരിക്കും ഇവള് ശരിക്കും എണീക്കുന്നത്. ഇവിടെ ചുറ്റിയായിരിക്കും എല്ലാവരും ഇരിക്കുന്നത്. നമ്മുടെ ഹീറോ അസിസ്റ്റന്റ് അതുപോലെ തന്നെ ബാങ്ക്. ഇത് കണ്ടതും ഇവൾക്കും കുറച്ച് വിഷമാവുന്നുണ്ട്. അപ്പൊ അവൾ ആരാ നോക്കുക, അവളെവിടാന്ന് ചോദിക്കുമ്പോ അവളുടെ കൂടെ ഡോക്ടർ ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഡോക്ടർ നോക്കിക്കോളും, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ടെന്ന് നമ്മുടെ ഹീറോ പറയുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മോൺസ്റ്റർ ഫ്രണ്ട് അവൾ ഇവിടെ ആയിരിക്കും എണീക്കുന്നത്. എണീറ്റ് നോക്കിയതും നമ്മുടെ അങ്കിൾ മോൺസ്റ്റർ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾ എന്തിനാ ഇവിടെ വന്നേ ചോദിക്കുമ്പോ സുഖമില്ലാന്ന് അറിഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ വന്നേ, ഞാൻ പെട്ടെന്ന് തന്നെ പൊക്കോളാം, നീ പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്ത് പോയിരിക്കുന്നുണ്ട്. നിന്റെ ശരീരം എല്ലാം നേരെ നോക്കുന്ന പറഞ്ഞിട്ട് ഇവളോട് നല്ല സ്നേഹത്തോടെ തന്നെ സംസാരിക്കുന്നുണ്ട്. നിങ്ങളൊന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ ഇത് നേരെ പോലെ തന്നെ നോക്കിക്കോളാം, നിങ്ങൾ എനിക്ക് തന്ന ഒരു ജോബ് അല്ലേ, അതെന്തായാലും ഞാൻ നോക്കോളാം, എനിക്കൊരു ബുദ്ധിമുട്ടില്ല എന്ന് ഇവളും പറയുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അങ്കിൾ മോൺസ്റ്ററും കുറച്ചൊക്കെ സ്നേഹത്തോടെ സംസാരിക്കുന്നുണ്ട്. ഇവനെ അവളെ ഇഷ്ടമാണെന്നൊക്കെ ഉള്ള രീതിയിൽ ഇവളും തിരിച്ച് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം തന്നെ നമ്മുടെ ഹീറോയിനും അകത്തോട്ട് വരുവാണ്. എന്താ ഇവിടെ വലിയ സൗണ്ട് ഒക്കെ കേൾക്കുന്നതെന്ന് പറഞ്ഞിട്ട് മെല്ലെ തന്നെ മുകളിലോട്ട് കയറുന്നുണ്ട്. ഇത് നമ്മുടെ അങ്കിൾ മോൺസ്റ്റർ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയാള് പെട്ടെന്ന് തന്നെ അവിടുന്ന് പോകുന്നുണ്ട്. ഇവിടെ വന്ന് നോക്കിയതും ആരെയും കാണുന്നില്ല. നമ്മുടെ അങ്കിളിന്റെ സൗണ്ട് ഞാൻ ഇവിടെ കേട്ടാണല്ലോ, പിന്നെ എന്താ ആരെയും കാണാത്തെന്നും പറഞ്ഞിട്ട് ഇവിടെ അവിടെ 2 റൗണ്ട് ചുറ്റിയിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ അങ്കിളിനെ കാണണമെന്നും പറഞ്ഞിട്ട് അങ്കിളിന്റെ ഓഫീസിലോട്ട് പോകുന്നുണ്ട്. അവിടെ എത്തുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഇവളുടെ കുറെ ഫാൻസ് ഇവിടെ കാണണമെന്ന് പറയുമ്പോൾ എല്ലാരെയും വിളിച്ചു വരുത്തിയിട്ട് ഇവള് ഓട്ടോഗ്രാഫ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിലെടുത്തും വലിയൊരു കേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ഇത് കഴിച്ച് കാണിക്കണമെന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിയെന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒരു സ്പൂണ് കേക്ക് എടുത്തിട്ട് കഴിച്ചിട്ട് ഓക്കെ ഞാൻ കഴിച്ചു മതിയോ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെയല്ല, നിങ്ങൾ ലൈവില് കഴിക്കുന്ന പോലെ വലിയ വലിയ പീസായിട്ട് എടുത്ത് കഴിക്കുക, ഇങ്ങനെ ചെറുതല്ല എന്ന് പറയുമ്പോൾ ഇവിടെ ഒന്ന് പേടിക്കുന്നുണ്ട്. ദൈവമേ, ഞാൻ എങ്ങനെ ഈ കേക്ക് ഫുള്ള് കഴിക്കും, മറ്റേത് കുഞ്ഞെന്റെ വയറ്റിലുണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് അത്രയും കഴിക്കാൻ പറ്റും, ഇപ്പൊ എന്റെ കുഞ്ഞു വയറ്റിലില്ല, അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെ ഇത് കഴിച്ചു തീർക്കാന്നാണ് ആലോചിക്കുന്നത്. ഇവളും ഇവരുടെ ഭീഷണിക്ക് മുമ്പിൽ ഒരു വഴിയില്ലാണ്ട് ലാസ്റ്റ് വലിയ വലിയ പീസായിട്ട് എടുത്ത് കഴിക്കുന്നുണ്ട്. ഇവരും അതൊക്കെ ഷൂട്ട് ചെയ്തിട്ട് എൻജോയ് ചെയ്തിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. ഇവളും അത്രയും കഴിച്ചുകൊണ്ട് തന്നെ ഫുൾ ടൈം ബാത്റൂമിലായിരിക്കും. പുറത്തു വന്നതും അവിടുത്തെ അസിസ്റ്റന്റ് ഇവൾക്ക് കുറച്ച് വെള്ളം കൊടുത്തിട്ട് കുറെ കേക്ക് കഴിച്ചല്ലേ എന്ന് പറയുമ്പോൾ കേക്ക് അത് ഫുള്ള് ചോക്ലേറ്റ് ആയിരുന്നു, അതും ചൂടായിരുന്നു എന്ന് പറയുമ്പോൾ ചൂടായിരുന്നു അതുകൊണ്ട് എന്താന്ന് ചോദിക്കുമ്പോൾ നിനക്കൊന്നും മനസ്സിലാവില്ല, നീ പോകുന്നു പറയുന്നുണ്ട്. തന്നെ ഇവിടെ നേരെ പോയിട്ട് അങ്കിളിനെ കാണുന്നുണ്ട്. അങ്കിളിന്റെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ അന്ന് എന്റെ നൈബറിന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നോ? ഇവനും ഒന്നും അറിയാത്ത പോലെ തന്നെ ആരുടെ നിന്റെ എക്സിന്റെ വീട്ടിലോട്ട് ചോദിക്കുമ്പോൾ നിങ്ങളൊന്നും അറിയാത്ത പോലെ സംസാരിക്കേണ്ട, സത്യം പറ, നിങ്ങൾ എന്റെ അടുത്തുള്ള വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ലേ, നീ ആരുടെ വീടിന്റെ കാര്യം പറയുന്നേ, എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ ഇവളും ചോദ്യത്തിന്റെ മുകളിൽ ചോദ്യം ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു റിപ്ലൈ കിട്ടാത്തതുകൊണ്ട് തന്നെ ഇവളും ഓക്കെ ഇതിന്റെ ഇമാജിനേഷൻ ആയിരിക്കും, പക്ഷെ ഞാൻ അവിടെ ശരിക്കും നിങ്ങളുടെ സൗണ്ട് കേട്ടതാ, ഇവരും നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്, നീ എന്തായാലും പോയിട്ടൊരു മെന്റൽ ഡോക്ടറെ കാണുന്നു പറഞ്ഞിട്ട് ഇവിടെ കളിയാക്കുന്നുണ്ട്. ഒന്നും ആവശ്യമില്ല, എല്ലാം ഞാൻ നോക്കിക്കോടാന്നും പറഞ്ഞ് ഇവളും അവിടുത്തെ പോവാണ്. ഇവിടെ നടന്ന് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ ബാങ്ക് ഒരു കാറിൽ വരുന്നുണ്ട്. അപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ബൊക്കയും ഉണ്ട്. ഇത് നമ്മുടെ ഹീറോയിന് വളരെ ഹാപ്പി ആവുന്നുണ്ട്. ഇത് നീ എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാണോ? നിനക്ക് വേണ്ടി ഒന്നുമല്ല, ഞാൻ ഇത് ഫ്രണ്ട് മോൺസ്റ്ററിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ ഇവൾക്കും ഒരുമാതിരി ആവുന്നുണ്ട്. ഓക്കെ അങ്ങനെയാണോ, ഓക്കെ നീ പൊക്കോന്ന് പറഞ്ഞിട്ട് അവനെ അങ്ങനെ പറഞ്ഞയക്കുന്നുണ്ട്. എത്ര ധൈര്യം ഉണ്ടെങ്കിൽ അവൻ എന്റെ അടുത്ത് അങ്ങനെ പറയുന്നു പറഞ്ഞിട്ട് ഇവളും ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ വീടിനകത്തോട്ട് കയറുന്നുണ്ട്. ഇവളകത്തി എന്നതും അവിടെ നമ്മുടെ അസിസ്റ്റന്റ് ഇല്ലേ, അവൻ നല്ല കുക്കിങ്ങിലായിരിക്കും. ഇവളത് കണ്ടതും എനിക്കൊന്നും ഫുഡ് വേണ്ട, നീ നമ്മുടെ ഫ്രണ്ട് മോൺസ്റ്ററിനെ നോക്ക്, അവൾക്കാണ് ഇപ്പൊ ആവശ്യം എന്ന് പറയുമ്പോൾ അതിനാരാ നിനക്കുണ്ടാക്കി, ഞാനിത് അവൾക്ക് ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ ഇതും കൂടെ കേൾക്കണമല്ലോ. ഇവൾക്ക് ഇത് കേട്ടതും കലി അടിയെന്ന് കയറി വരുന്നുണ്ട്. എന്താ എല്ലാവരും എന്നെ നോക്കാതെ അവളെ ഇത്ര കെയർ കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. ഇവിടെ റോഡിലൂടെ നടക്കുമ്പോൾ നമ്മുടെ ഹീറോ ഒന്ന് ഇങ്ങോട്ട് വന്നേന്ന് പറയുമ്പോ ഇന്ന് വിളിച്ചു വരാൻ ഞാനെന്താ നായാണെന്ന് ചോദിക്കുമ്പോ അങ്ങനെയൊന്നുമില്ല, നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു പിടിക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ അകത്ത് കയറി നോക്കുമ്പോൾ ഇവൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഹീറോ കുറെ ഫുഡ് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ കാണുമ്പോൾ ഇവൾക്കും വളരെ ഹാപ്പി ആവുന്നുണ്ട്. വേണ്ടിയാണോ ഇതൊക്കെ ഉണ്ടാക്കിയെന്ന് ചോദിക്കുമ്പോൾ അതെ, നിനക്ക് ശരീരത്തിന് തീരെ സുഖമില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ നേരെ നോക്കണ്ടേ, അതിനു വേണ്ടിയാണ് ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ
അപ്പൊ അവളെ ആരാ നോക്കുക? അവളുടെ കൂടെയൊക്കെ ഡോക്ടർ ഉണ്ട്, അതിന്റെ കാര്യമൊന്നും നീ പേടിക്കണ്ട, അവളുടെ കാര്യങ്ങളെല്ലാം ഡോക്ടറും ബാക്കിയുള്ളവരും നോക്കിക്കോളും. നീ നിന്നെ നേരം പോലും നോക്കിയെന്ന് പറഞ്ഞിട്ട് ഇവന് ഇവിടെ അടുത്ത് പറയുന്നുണ്ട്. നിനക്ക് വയ്യാതല്ലേ ഇരിക്കുന്നേ, അതുകൊണ്ട് തന്നെ നമുക്ക് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് പോയിരുന്ന് സിനിമ കണ്ടാലോ ഒരുമിച്ച്. ഇത് കേട്ടതും ഇവൾക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്താ നീ പറയുന്നത്? രണ്ടുപേരും സിനിമ കാണാൻ പോവാന്നോ? അവൾക്ക് വയ്യാതിരിക്കാണ്, ഈ ടൈമിൽ നമ്മൾ സിനിമയ്ക്ക് പോകുന്നത് ശരിയാണോ? നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു? നമ്മുടെ ഹീറോയും പറയുന്നുണ്ട്, അവൾക്കും സുഖമല്ല നിനക്കും സുഖമല്ല, നിന്റെ കാര്യം നീ നോക്കണ്ടേ, അവളെ ഡോക്ടർ നോക്കിക്കോളും, പക്ഷെ നിന്നെ ഞാൻ വേണ്ടേ നോക്കാൻ. പക്ഷെ ഇവളുടെ ദേഷ്യം അടക്കാതെ തന്നെ അവളുടെ വയറ്റിൽ നമ്മുടെ കുഞ്ഞാണ് വളരുന്നത്, എന്നിട്ട് നിനക്ക് എങ്ങനെ സിനിമ കാണാൻ പോവാന്നൊക്കെ തോന്നിയേ? ഇതൊക്കെ പറഞ്ഞിട്ട് ഇവളും ദേഷ്യപ്പെട്ട് അവിടുന്ന് പോകുന്നുണ്ട്. നമ്മുടെ ഹീറോയും അതിനിപ്പോ ഞാൻ എന്താ അവളുടെ അടുത്ത് ഇതിന് മാത്രം പറഞ്ഞു, ഒരു സിനിമ കാണാൻ പോവാന്നല്ലേ പറഞ്ഞു. ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ നമ്മുടെ ബാങ്ക് വന്നിട്ട്, എന്ത് പറ്റി, നിനക്കും നിന്റെ ഗേൾ ഫ്രണ്ടും വീണ്ടും ബ്രേക്കപ്പ് ആയോ? ബ്രേക്കപ്പ് ആയെങ്കിൽ വേഗം പറയാന്ന് പറയുമ്പോ നീ നിന്റെ പണി മാത്രം നോക്കെന്ന് പറയുന്നുണ്ട് ഇവൻ. അതെനിക്ക് നിന്റെ മുഖത്തൊന്നും മനസ്സിലാക്കാം, നിനക്കൊരു ഗേൾസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പോലും അറിയില്ല എന്ന് ഇവൻ ചോദിക്കുമ്പോ അറിയില്ല എന്ന് പറയുന്നുണ്ട്. അല്ല, ഇതാണോ നിന്റെ ഫസ്റ്റ് ഗേൾ ഫ്രണ്ട്? 500 വർഷ കാലയളവില് നീക്ക് ആകെ കിട്ടിയത് ഇവിടെ മാത്രമാണോ എന്ന് ചോദിക്കുമ്പോ ഇവനും അതേ എന്നുള്ള പോലെ തലയാട്ടുന്നുണ്ട്. വളരെ കഷ്ടം, നിനക്കൊന്നും ഒരിക്കലും പിന്നെ കിട്ടത്തില്ല എന്നും പറഞ്ഞിട്ട് ഇവനെ കളിയാക്കുന്നുണ്ട് ഇവൻ. നമ്മുടെ ഹീറോയും പറയാതെ തന്നെ അവൻ കിട്ടാതെ പോകുന്നുണ്ട്. നമ്മുടെ ഹീറോയിനും അവിടുന്ന് നേരെ നമ്മുടെ മോൺസ്റ്റർ ഫ്രണ്ടിന്റെ വീട്ടിലോട്ട് പോയിട്ട് അവൾക്ക് പണം എല്ലാം എടുത്തു കൊടുത്തുകൊണ്ട് തന്നെ ഓരോന്ന് പറയുന്നുണ്ട്. ഇവിടെ നോക്ക്, അവന് എത്ര ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് പടത്തിന് പോവാന്നൊക്കെ പറയും. നമ്മുടെ ഫ്രണ്ട് മോൺസ്റ്ററും പറയുന്നുണ്ട്, അവൻ ചോദിച്ചതിൽ എന്താ തെറ്റ്, നിനക്ക് വയ്യാതല്ലേ ഇരിക്കുന്നത്, നിങ്ങൾ രണ്ടുപേരും ഒരു പടമൊക്കെ കാണ്, അപ്പോഴല്ലേ നിനക്ക് റിലാക്സ് ആവാൻ പറ്റത്തുള്ളൂ. രണ്ടുപേരും പോയിട്ട് ഒരു കുറച്ച് സിനിമ ഒക്കെ കണ്ടിട്ട് റിലാക്സ് ആയിട്ട് പോവാന്ന് പറയുമ്പോ ഇവൾക്ക് വീണ്ടും ദേഷ്യം കയറുന്നുണ്ട്. അതെങ്ങനെയാ, നിനക്ക് വയ്യാതിരിക്കുമ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടെ സിനിമയ്ക്ക് പോയാൽ അതെങ്ങനെ ശരിയാവുക? അതൊന്നും പറ്റില്ല എന്ന് അവള് പറയുമ്പോ അതിനിപ്പോ എന്താ, നീയും അമ്മയാണ് ഞാനും അമ്മയാണ്, അതുകൊണ്ട് തന്നെ കുഞ്ഞ് ജനിച്ച ശേഷം നിനക്ക് കുഞ്ഞിനെ നോക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് ആരോഗ്യം വേണം, നീയും റിലാക്സ് ചെയ്യണം, നീ ഹാപ്പി ആയിട്ടിരിക്കണം, നീ എന്റെ നല്ലതാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ എന്തായാലും പോയിട്ട് വരണം. അവൻ പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല, എന്നെ നോക്കാൻ എനിക്കറിയാം. നമ്മുടെ ഫ്രണ്ട് മോൺസ്റ്ററും ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് ഇവൾക്കും ഓക്കെ എന്നാ ഒന്ന് പോയി നോക്കാന്നുള്ള രീതിയിൽ ചിന്ത വരുന്നുണ്ട്. ഇവളും തിരിച്ച് വീട്ടിലെത്തിയിട്ട് കടന്ന് ആലോചിക്കുന്നുണ്ട്, ഞാനും പെട്ടെന്ന് എടുത്തടിച്ച് അവന്റെ അടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞു, ഇനിയിപ്പോ എങ്ങനെ ഞാൻ പിന്നെ അവരുടെ അടുത്ത് പോയി പറയാം, ഇപ്പൊ എങ്ങനെ അവന്റെ അടുത്ത് സോറി പറയാന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ കറക്റ്റ് ടൈമിൽ നമ്മുടെ അസിസ്റ്റന്റ് വന്നിട്ട് എന്താ പറ്റി, എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ അവനായിട്ട് തന്നെ എന്റെ അടുത്ത് ഇങ്ങോട്ട് സിനിമയ്ക്ക് പോവാന്ന് പറഞ്ഞു. ഞാനാണെന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാതെ അവന്റെ അടുത്ത് കിടന്ന് ചൂടായി, ഇനിയിപ്പോ എങ്ങനെ അവന്റെ അടുത്ത് ഞാൻ തിരിച്ചു പോയി പിന്നെയും പറയാം. നമ്മുടെ അസിസ്റ്റന്റ് നല്ലൊരു ഐഡിയ തന്നെ കൊടുക്കുന്നുണ്ട്. ഇവളും രാത്രി ഇവനെ മീറ്റ് ചെയ്യാന്നും പറഞ്ഞിട്ട് ഹീറോയുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹീറോ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നമ്മുടെ ഹീറോയിന് വന്നിട്ട്, എനിക്ക് നിന്റെ അടുത്ത് കുറച്ച് സംസാരിക്കാനുണ്ട്, എന്നാൽ ശരി താഴത്തോട്ട് പോവാന്ന് പറയുമ്പോ വേണ്ട വേണ്ട, ഇവിടെ ബെഡിൽ തന്നെ ഇരിക്കുക, ഇവിടെ ആയിരിക്കും കംഫർട്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ലാപ്ടോപ്പ് എടുത്തിട്ട് അവിടെ വന്നിരിക്കുന്നുണ്ട്. നാളെ എനിക്ക് ലൈവ് പോകണമെന്നുണ്ട്, അപ്പൊ അത് എങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്ന് നിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് വന്നേന്ന് പറഞ്ഞിട്ട് അതിന്റെ കാര്യങ്ങൾ രണ്ടുപേരും കൂടെ നോക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞതും നമ്മുടെ ഹീറോ തന്നെ ലാപ്ടോപ്പ് ഒക്കെ ക്ലോസ് ചെയ്തിട്ട്, നീ ഇത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിട്ട് തന്നെയാണോ എന്റെ ബെഡ്റൂം വരെയൊക്കെ വന്നേ, പിന്നെ വേറെന്ത് കാര്യത്തിന് ഞാൻ നിന്റെ ബെഡ്റൂമിലോട്ട് വരുന്നതെന്ന് നമ്മുടെ ഹീറോയിനും ചോദിക്കുന്നുണ്ട്. ഇവിടെ വെച്ച് തന്നെ ഈ എപ്പിസോഡും അവസാനിക്കുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്.